നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സിദ്ധാർത്ഥ പ്രഭു, നമ്മുടെ ഉപ്പും മുളകും ഫ്രെയിം, ചക്കപ്പഴം ഉപ്പും മുളകും, ശരി, ഓക്കെ, എന്തൊക്കെ ആയിക്കട്ടെ. ആ സിദ്ധാർത്ഥ പ്രഭുവിനെ പറ്റിയുള്ള വീഡിയോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള സംഭവം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്താണ് ആക്ച്വൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഈ കാണിക്കുന്നതൊക്കെ സത്യമാണോ? സിദ്ധാർത്ഥ പ്രഭു കുറ്റക്കാരനാണോ? ഈ സിദ്ധാർത്ഥ പ്രഭുവിനോട് ഈ നാട്ടുകാർ കാണിച്ചത് കറക്റ്റ് ആണോ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, വാർത്ത ഇങ്ങനെയായിരുന്നു. മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ സീരിയൽ നടൻ നാട്ടുകാരുമായി വാക്കേറ്റ്. ഇതാണ് സംഭവം. അതായത് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭു നാട്ടുകാരുമായി വാക്കേറ്റം എന്നുള്ളതാണ് വാർത്ത. ഇതിനെക്കുറിച്ച് ആദ്യം ഞാൻ ആ സീന് കാണിക്കാൻ വരട്ടെ. എന്താണ് സംഭവം? ദൈവം, നിയമം എന്തൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്തൊക്കെ പറയുന്നുണ്ട്. അടിച്ച് ഫിറ്റായി നടുറൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിഷിൻ മോഹൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ. ആ ഒരു സാധനം നമുക്ക് ആദ്യം വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി എന്താണ് ഒറിജിനൽ സംഭവം എന്താണ് നടന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ജിഷിൻ പറഞ്ഞ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നത്. പക്ഷെ ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതന്നെ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ? പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ് എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം. അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും. ഓക്കെ, ഇതാണ് പുള്ളി ഇട്ടിരുന്ന വീഡിയോ. അതായത് പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തു? മദ്യപിച്ചു, ഒരാളെ തട്ടിയിട്ടു, ഒക്കെ ശരിയാണ്. പക്ഷെ നാട്ടുകാർ കാണിച്ചത് ശരിയാണോ എന്നുള്ളത്. അതായത് ഈ സിദ്ധാർത്ഥ പ്രഭുവിന്റെ കഴുത്തിലേക്ക് എന്റെ ശ്വാസം മുട്ടണ എന്നൊക്കെ സിദ്ധാർത്ഥ പ്രഭു പറയുന്നുമുണ്ട്. ഈ പറയുന്ന ജിഷിൻ പറയുന്നതിൽ കാര്യമുണ്ട്. ജിഷിൻ മറ്റേ മധുവിനെ കുറിച്ചൊക്കെ താരതമ്യം ചെയ്യുന്നു. എന്റെ പൊന്ന് ജിഷിനെ, മധുവും ഈ സിദ്ധാർത്ഥ പ്രഭുവായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. മധുവിന് എന്തിനാണ് നാട്ടുകാർ അടിച്ചതെന്നും സിദ്ധാർത്ഥ പ്രഭു ഇവിടെ എന്തിനാണ് അടി കിട്ടിയതെന്നും വ്യക്തമായിട്ട് അറിയാം. മധു ഈ പറയുന്ന വെള്ളം അടിച്ച് വല്ലവരെ ഇടിച്ചിട്ടതിന് ശേഷമല്ല നാട്ടുകാര് അവന്റെ ദേഹത്ത് കൈവച്ചത്. അത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് മോഷ്ടിച്ച് ആ ഒരു കുറ്റത്തിനാണ് അവൻ ആ ഒരു ക്രൂരകൃത്യം ചെയ്തത്. അതും ഇതുമായിട്ട് കൂട്ടി കലർത്തിയത് തന്നെ വളരെ വളരെ ഒരു മണ്ടത്തരം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇവിടെ ഈ പറയുന്നുണ്ട്, അതായത് ഈ പറഞ്ഞ നമ്മൾ കണ്ടല്ലോ, അതിനകത്ത് ഈ പറയുന്ന പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കിടന്ന് പിന്നെ കുറെ എണ്ണം ഇങ്ങനെ കഴുത്തിലൊക്കെ പിടിക്കുന്നുണ്ട്. ഇതിനി ശരിയാണോ? ഇനി എന്തുകൊണ്ടാണ് കഴുത്തിൽ പിടിക്കാനുള്ള സാധനം? അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു സെലിബ്രിറ്റി ഒരു അപകടം പറ്റി പൊതുവെ ഈ നാട്ടുകാർ പല വിധമാണ് അല്ലേ, പലതരത്തിൽ സ്വഭാവമുള്ള പല ആൾക്കാർ കാണും. അവർക്കൊരു സെലിബ്രിറ്റി എന്ന് കാണുമ്പോൾ അവന്മാർക്ക് ഇത്തിരി കുരു പൊട്ടും. അവനെയൊക്കെ എടുത്ത് അവനൊക്കെ സെലിബ്രിറ്റി എന്ന് കാണുമ്പോൾ ഒരു അസൂയോട് കാണുന്ന ഒരു ദേഷ്യം വെച്ച് പുലർത്തുന്ന കുറച്ച് നാട്ടുകാരുണ്ട്, കുറച്ച് ജനങ്ങളുണ്ട്. അത് എല്ലാ ഫീൽഡിലും ഉണ്ട്, എല്ലാ തരത്തിലും ഉണ്ട്. അപ്പോൾ അവനെ രണ്ടെണ്ണം കൊടുക്കും, അവന്റെ വീഡിയോ ഒക്കെ എടുത്ത് അവനെ ഒന്ന് എന്ത് ചെയ്യാം, പിന്നീട് ഒന്ന് നാറ്റിക്കാം എന്ന് വിചാരിക്കുന്ന നാട്ടുകാരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇവിടെ ഈ സംഭവം എന്തുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ കഴുത്തി പിടിച്ചോ എന്നുള്ളതാണ്, കഴുത്തിൽ പിടിച്ച് നെക്കിയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ഇതിന്റെ യഥാർത്ഥ വീഡിയോ ഉണ്ടല്ലോ, വന്ന വീഡിയോ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ദൈവം, നിയമം, കോടതി ഞങ്ങൾ വഴി വന്നേ, നീ എന്നെ ചവിട്ടി ഇത് കണ്ടോ? ആദ്യമേ സിദ്ധാർത്ഥ പ്രഭുവിനോട് എന്തോന്നടെ ഇങ്ങനെ കിടന്ന് സ്വയം മാറി ചാവുന്നത്? നീ വെള്ളം അടിക്കുന്നുണ്ടെന്ന് ഒരു വിഷയമൊന്നുമില്ല. നീ വെള്ളം അടിച്ചിട്ട് വീട്ടിൽ കിടന്നോ? പുറത്ത് വന്ന് നാട്ടുകാരെ പുറത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. ഇവിടെ സെലിബ്രിറ്റിയോ സാധാരണക്കാരനോ ഒന്നുമല്ല.
എനിക്ക് തോന്നുന്നു ഇവൻ സാധാരണക്കാരനല്ലേ, സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇവർ ഇങ്ങനെ വിട്ടുന്നു, അല്ലാതെ തന്നെ അവർ ഇടിച്ചവൻ റെഡിയായി. കാരണം ഇവിടെ നിങ്ങളെ ഈ പറയുന്ന ജിഷിന്റെ അടുത്ത് പറയുകയാണ്, ജിഷൻ പറയുന്നത് അവൻ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. ഈ സെലിബ്രിറ്റി വെള്ളമടിച്ച് വിറ്റായിക്കൊണ്ടത് ഒരു ലോട്ടറി പാവം ഒരു ലോട്ടറിക്കാരനെ ഇടിച്ചിട്ടത്. അവൻ മരിച്ചു പോയിരുന്നെങ്കിലോ അവൻ എന്തെങ്കിലും പറ്റിയിരുന്നുവെങ്കിലോ ഇത് തന്നെ പറയും, സെലിബ്രിറ്റി ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയൂ. അതുമല്ല, ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആദ്യം ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭുവാണ്. സിദ്ധാർത്ഥ് പ്രഭു സത്യം പറഞ്ഞാൽ അവൻ അടിച്ച് കിണ്ടിയാണ്. അവന് ഒരു ബോധവും ഇല്ല. അവനാണ് ആദ്യം എന്ത് ഇത് ചവിട്ടാൻ വേണ്ടി യവന്മാരിങ്ങനെ ഷട്ടിൽ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. യവനാണ് ആദ്യം അങ്ങോട്ട് ആക്രമിക്കുന്നത്. മനസ്സിലാക്കണം. ഒന്നാമത്തെ കേസ് എന്താണ്, ഒരു സാധാരണ ലോട്ടറിക്കാരനെ ഇടിച്ചിട്ടു. ഇത് ഇടിച്ചിട്ട് അവൻ കാർ നിർത്തി, അവൻ കാർ കൊണ്ട് ഓടിയില്ല. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കത്തിറക്കം ഈ പറയുന്ന നാട്ടുകാർ തെറി വിളിച്ചിട്ടുണ്ടോ, ഈ ആടെ മറ്റേ സെലിബ്രിറ്റി എന്ന് കാണുമ്പോൾ തെറി വിളിക്കും. യവൻ എന്ത് ചെയ്തു, യവന്റെ ഈ മദ്യമകത്ത് കിടക്കില്ല, യവന്റെ ഇത് കൊണ്ട് യവൻ തിരിച്ചു തെറി വിളിച്ചിട്ട് യവനെ കയറി അടിക്കാൻ വേണ്ടി ആദ്യം പോകുന്നത് യവനാണ്. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് കാണാം. യവൻ അവനെ ചവിട്ടുന്നുണ്ട്. എന്നിട്ട് അവൻ വിട്ടപ്പോഴ് അവൻ ചോദിക്കും, ഇനി എന്നെ ചവിട്ടോ അല്ലടാന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇവൻ വീണ്ടും ചവിട്ടാൻ വേണ്ടി പോകും. നിൽക്കാൻ വയ്യ. എന്തിനടാ സ്വന്തം, വെറും 26 വയസ്സേ ഉള്ളൂ. വെള്ളമടിച്ച് ഫിറ്റായി റോട്ടിൽ കിടന്ന് വല്ലവന്റെയും കിടന്ന് അടി വാങ്ങി നിരങ്ങാൻ വേണ്ടിയിട്ട് നാണമുണ്ട് നിനക്കൊക്കെ. ഇതാണ് അതിനുശേഷമാണ് മറ്റവൻ കയറി കഴുത്തി പിടിക്കുന്നത്. അതും കൂടി കാണാം. ബാക്കി ഇതിനകത്ത് പുള്ളി കഴുത്തിൽ കൂടെ കൈയിടുന്നുണ്ട്. പക്ഷെ ആ സിദ്ധാർത്ഥ് പ്രഭു കഴുത്ത് അതൊരു ആക്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് കഴുത്ത് ഇറുക്കിയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അത് കഴുത്തിൽ കൂടി കൈ ഇങ്ങനെ വെച്ചു. കാരണം ഇവൻ പിന്നെന്താണ്, ഇവൻ അവിടെ കിടന്ന് ആക്രമണം അഴിച്ചു വിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ കഴുത്തിൽ കൂടി കൈയിട്ട് നല്ലവണ്ണം പിടിക്കാതെ ഈ പറയുന്ന അയ്യോന്റെ കഴുത്തെന്ന് പറയുന്ന ഒരു ആക്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തന്നെ അവൻ കൈയെടുക്കുന്നു. പക്ഷേ എങ്കിൽ കൂടിയും യവന്മാർ അതിനകത്ത് വേറെ പല കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട്. അതിനും കൂടി നമുക്ക് പറയാം. ഉപ്പുമുളകില്ല, ഇവനെ ഇടിച്ചിട്ടപ്പാ പുള്ളിനെ. ഇപ്പം സിദ്ധാർത്ഥ് പ്രഭു ചോദിച്ചൊരു സംഭവം, എന്നെ ഒന്ന് വിടറ, ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് നമുക്കൊരു സങ്കടം തോന്നും. പക്ഷെ ഈ സംസാരം ആദ്യം സംസാരിക്കണമായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു. താങ്കൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയപ്പോൾ എന്താണ് പറയുന്നത്, അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ആ ഒരു സംസാരം അപ്പൊ സംസാരിച്ചിരുന്ന ഈ ഒരു വിഷയത്തിലേക്ക് വരത്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു ഇത് ഊഹം ശരിയാണെങ്കിൽ. ഇവൻ മദ്യലഹരിയിലായതുകൊണ്ട്, ഒന്നാമത് 10-26 വയസ്സുള്ളവൻ ഇനി മദ്യമാണോ അല്ല MDMA ആണോ ഒന്നും പിടുത്തമില്ല, നിൽക്കാൻ വയ്യ അവന്, ആ രീതിയിൽ നിൽക്കുക. അതുകൊണ്ട് അവരെന്തോ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, തിരിച്ചവൻ എന്തോ പറഞ്ഞു. അപ്പൊ അവന്മാർ കണ്ടോണ്ടിരിക്കും, അവർ നമുക്ക് ഒരുത്തനെ ഇടിച്ചു വിട്ടു, അതിൻ്റെ കൂടെ നീ വീണ്ടും നമ്മുടെ തെറി ഉണ്ടാക്കാൻ പറഞ്ഞ, നീ സെലിബ്രിറ്റി ഒന്നും നിനക്കെന്താ എന്നുള്ള ഒരു ചിന്ത അമാർക്ക് ഉണ്ടായി കാണും. അപ്പൊ ഇപ്പോ ഇനി വേറെ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറഞ്ഞു, എടാ എന്നെ ഒന്ന് വിടറ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ലായിരുന്നു. എന്നാ പോക്ക പോണ നീ എല്ലാ പുള്ളിനെ ഇടിച്ചിട്ട് എല്ലാം ഓക്കെ നട റോട്ടിൽ മലന്ന് കിടന്നുകൊണ്ട് പറയുകയാണ്. ഇതിനകത്ത് എനിക്ക് ഒരേ ഒരു കാര്യത്തിൽ എതിരഭിപ്രായമുള്ളൂ. ഇവരെന്തിനാണ് ഇവന്റെ കയ്യും കാലും കെട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ വെറുതെ അവനെ എഴിച്ചിരിക്കാനും കൂടി വയ്യ, അവൻ തളർന്ന് കിടക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടി യവന്മാർ കയ്യും കാലും കെട്ടിയിടണ എന്തിനെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അതിലെനിക്ക് എതിരഭിപ്രായമുണ്ട്. കാരണം പിടിച്ചു വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവന്മാരെന്ത് ചെയ്തു, കൈ കെട്ടുന്നുണ്ട്, കാലൊക്കെ 2 കാലും കൂടി കെട്ടി ഇവന്മാർ എന്തോ ഒരു എന്താണ് വെട്ടിക്കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന, നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എപ്പോഴാണ്, കത്തി എടുത്തുകൊണ്ട് വരണവരെയൊക്കെ വെട്ടി കൊല്ലാൻ വേണ്ടി നിൽക്കുന്നവരെ ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിലെനിക്കൊരു എതിരഭിപ്രായമുണ്ട്. അതുമല്ല, ഈ പറഞ്ഞ ഇനി ഇവൻ എന്തൊക്കെ ചെയ്തു നമുക്ക് അറിയത്തില്ല. അതുപോലെ നമുക്ക് വേറൊരു ക്ലിപ്പ് ഞാൻ കണ്ടു. അതിനകത്ത് പോലീസുകാരൻ വരുമ്പോൾ പോലീസുകാരൻ്റെ അടുത്ത വ്യക്തി തന്നെ കാണിക്കുന്നത്, പോലീസുകാർ വന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത്, അതിന്റെ ഒരു ക്ലിപ്പ് ഉണ്ട്, കിട്ടുകയാണെങ്കിൽ ഞാൻ വെക്കാം. അതിനകത്ത് ഞാനത് കണ്ടായിരുന്നു. അപ്പൊ പോലീസുകാരൊന്ന് പിടിക്കുമ്പോൾ പോലീസുകാരെടുത്തും ഇവൻ ഇതുപോലെ കൈതട്ടി മാറ്റുകയും പോലീസുകാരെടുത്തും ഇങ്ങനെ കയർത്ത് സംസാരിക്കുകയും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക,
ഇവിടെ തെറ്റ് എന്ന് പറയുന്നത് നീ ഒരു സെലിബ്രിറ്റിയോ സാധാരണക്കാരനാവട്ടെ, വെള്ളം അടിച്ചോ, നിനക്ക് ഇഷ്ടം പോലെ വെള്ളം അടിച്ചോ വീട്ടിൽ കിടക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ നേരെ തിരിച്ചായിരുന്നുവെങ്കിലോ, ഇവനെ ഇങ്ങനെ സിദ്ധാർത്ഥ പ്രഭു നടന്നു പോകുന്നു, സാധാരണ വേറൊരുത്തം വെള്ളം അടിച്ചുകൊണ്ട് വന്ന് കയറി കൊടുത്തെന്ന് വെച്ചാൽ ഇവനെ വിടുവോ? അവിടെയും ഒറ്റയണ വിടത്തില്ല. മനസ്സിലായോ? ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ഇപ്പോഴും സോക്കോൾഡ് സെലിബ്രിറ്റി എന്ന് പറയുന്ന ജിഷിൻ ഉൾപ്പെടെയുള്ളവർ കണ്ടോ, ഒരുത്തൻ വെള്ളം ഒടിച്ച് ഫിറ്റായിക്കൊണ്ടൊന്ന് നമ്മുടെ കൂടെ അഭിനയിച്ച് അവനെ ഇടിച്ചു തള്ളിയിട്ട് നിൽക്കൊന്നും പറയാനില്ലേ? അവിടെയും ഈ നാട്ടുകാർ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇടപെടുന്നത് അല്ലേ? നമ്മളൊരു കുറ്റം ചെയ്തിട്ട് വെള്ളം ഒന്നാമത് ഫിറ്റായി നിൽക്കുകയാണ്, ഒരുത്തനെ ഇടിച്ചൊള്ളി കിട്ടും. അവിടെ ചെന്ന് നമ്മൾ വീണ്ടും മുട കാണിച്ചു കഴിഞ്ഞാൽ, വീണ്ടും നമ്മളെ പിടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പോകണവനെ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ നല്ല രീതിയിലെടുത്ത് പെരുമാറും. ഇനി ഈ പറയുന്ന നിയമം എന്തിന് കയ്യിലെടുത്തു എന്നൊക്കെ ചോദിച്ചാൽ ആ സിറ്റുവേഷൻ എങ്ങനെയാണ്? പിന്നെ എനിക്ക് ഇപ്പോഴും അറിയേണ്ടത് എന്തിന് കയ്യും കാലും കെട്ടിയിട്ടു, അത്രയ്ക്കുള്ള പ്രശ്നങ്ങൾ അവൻ അവിടെ ഉണ്ടാക്കിയോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കൈ കെട്ടുന്നുണ്ട്, കാല് കെട്ടുന്നുണ്ട്, അതിനകത്ത് അവൻ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇത് വീഡിയോ എടുത്താലും പ്രശ്നമില്ല, ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം സിദ്ധാർത്ഥ് പ്രഭു ഈ പറയുന്ന യവനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണാം, കാലൊക്കെ ഇട്ട് ചവിട്ടുന്നത് കാണാം. അതുപോലെ പോലീസുകാരൻ ഒന്ന് പിടിക്കാൻ സമയത്ത് യവൻ ഇതന്നെ ചെയ്തു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കൊച്ചു ചെറുക്കനാണ്, കരിയറിലെ അവന്റെ ആ ഒരു അഭിനയ ജീവിതം നല്ല രീതിയിൽ എല്ലാവരും സത്യം പറഞ്ഞ ഒരു ചോക്ലേറ്റ് പയ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പയ്യനാണ്. അവരുടെ സംസാര രീതികളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാം, വെള്ളം ഒടിച്ച് ഫിറ്റായി റോഡിലിറങ്ങി മാത്രമേ ഈ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് വേറൊരു ഡൗട്ടാണ്. മാത്രമായിട്ട് കാറിൽ എന്തിനു പോയതോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ച് ഫിറ്റായിക്കൊണ്ട് ഇന്നലെ രാത്രിയാണ് സംഭവിച്ചത്. ക്രിസ്മസ് ആഘോഷമായിരിക്കും, ഇന്നലെ രാത്രി 8:30 കോട്ടയത്ത് വെച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ പറയുന്ന ഇവൻ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്തത് എന്ന് പറയാം. സെലിബ്രിറ്റിക്ക് എന്ത് തേങ്ങയോ എന്നൊന്നുമില്ല. അതുപോലെ എന്തിനാണ് ഈ പറയുന്ന കാലും കയ്യും ഒക്കെ കെട്ടിയിട്ടത് എന്നുള്ളത്, ആ കഴുത്തി പിടിച്ചു പക്ഷേ ശ്വാസം മുട്ടുന്നത് ആയിട്ട് കാണിക്കുന്നത് ആക്ടിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. നിങ്ങളുടെ അഭിപ്രായം നമുക്ക് മറ്റേ നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.